എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിലൻ. തൃശ്ശൂർ ജില്ലയിലെ കൊടകരയാണ് എൻ്റെ വീട്. ഇപ്പോൾ മലപ്പുറം തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അതുപോലെ ഈ അടുത്ത് വന്ന KCB സബ് എഞ്ചിനീയർ സിവിലിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നേടാനും സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രധാനമായിട്ടും നന്ദി പറയണേ ഷിൻഡോ സാറിനോടും ഹോളിമാത അക്കാദമിയോടാണ്. കാരണം 2021 ഞാൻ BTech പാസ് ഔട്ട് ആവുന്നത്. അതേ വർഷം തന്നെ ഞാൻ ഹോളിമാതയിൽ ചാലക്കുടി റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തു. ഞാൻ കയറിയപ്പോൾ എക്സാമുകളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാ എക്സാമുകളും കഴിഞ്ഞൊരു സീസണായിരുന്നു. അപ്പോൾ സാറ് പറയണ്ടായി, നിങ്ങൾ 3 വർഷത്തേക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് അപ്പോൾ തന്നെ ഉണ്ടായി. നമ്മൾ ആ ജോയിൻ ചെയ്ത സമയത്ത് ഷിൻഡോ സാർ പറഞ്ഞു, 3 വർഷത്തേക്ക് എക്സാമുകളൊന്നും അധികം നോക്കണ്ട, അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ല നല്ല എക്സാമുകൾ, വേക്കൻസി ഉള്ള എക്സാമുകൾ വരിക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. 2021 ഞാൻ BTech പാസ് ഔട്ട് ആവണേ. അതുപോലെ ആ വർഷം തന്നെ ഞാൻ ഹോളിമാതയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സാമുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കണം എന്ന് പറഞ്ഞു. എന്നാലേ നമുക്ക് ഇനി വരുന്നൊരു എക്സാമിന് പെട്ടെന്ന് കയറാൻ സാധിക്കുള്ളൂ, ജോലി കിട്ടി പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ KWAE വാട്ടർ അതോറിറ്റി AEയുടെ ഒരു ബാച്ച് തുടങ്ങണ്ടായി. ജൂൺ ജൂലൈ മാസത്തിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ അത്ര നാൾ പഠിച്ച പോലെ ആയിരുന്നില്ല. പിന്നെ ഒരു 5 മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈയിലാണ് വാട്ടർ അതോറിറ്റി AE ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്ര നാൾ പഠിച്ചൊരു രീതിക്കായിരുന്നില്ല പിന്നീട് അങ്ങോട്ട്. കാരണം അത്ര നാൾ നമ്മുടെ മുമ്പിലൊരു എക്സാം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് വേറൊരു രീതികളായിരുന്നു. ആ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സിവിൽ മാത്രമല്ല മെക്കാനിക്കലും കെമിക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ സിവിൽ പഠിച്ച് എനിക്ക് മെക്കും കെമിക്കലും എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കണം, കാരണം എന്നാലേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സിവിൽ ഒരു സൈഡിൽ കൂടെ ഡയറക്റ്റ് ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകളുണ്ടായിരുന്നു ഡെയിലി. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ പഠിച്ചു പോകുന്നു. എക്സ്ട്രാ നമ്മൾ എന്തായാലും പഠിക്കണം, മെക്കും കെമിക്കലും പഠിക്കണം. കാരണം കുറച്ച് മാസങ്ങളുണ്ട്, 5 മാസം 4 മാസം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് സാറ് ഓൺലൈനായിട്ട് കുറേ അറേഞ്ച് ചെയ്തു. അതുപോലെ സൺഡേയ്സ് മെക്കാനിക്കലിൻ്റെ ക്ലാസ്സസ് വെച്ചു. അപ്പോൾ ഒരുവിധം ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് പോയി. മെക്കും കെമിക്കലായിരുന്നു. ഞാൻ കൂടുതലും മെക്കും സിവിലാണ് കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. റിവിഷൻ ചെയ്ത് നന്നായിട്ട് നോക്കിയിരുന്നത് മെക്കും സിവിലാണ്. പക്ഷേ എക്സാം ഡേറ്റ് മാറ്റേണ്ടായി. ഒക്ടോബറിൽ നിന്ന് നവംബറിലേക്ക് മാറ്റി, പിന്നീടും ഡിസംബറിലേക്ക് മാറ്റി. അങ്ങനെ ഡേറ്റ് മാറ്റിയപ്പോൾ കൂടുതൽ സമയം കിട്ടിയപ്പോൾ കെമിക്കൽ കൂടെ ഞാൻ പഠിച്ചു. കെമിക്കൽ മെയിനായിട്ട് പഠിച്ച് ക്ലാസ്സസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ അതിലെ പല ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്യാൻ നോക്കി. ഒരു 6000-7000 ക്വസ്റ്റ്യൻസ് കെമിക്കലിൻ്റെ മാത്രം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ പഠിക്കാൻ വളരെ ഒരു മടിയായിരുന്നു, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് തീരില്ല, പിന്നെ നമ്മുടെ ബ്രാഞ്ചല്ല, ആ ഒരു മൈൻഡായിരുന്നു ആദ്യം. പിന്നെ സമയം കിട്ടിയപ്പോൾ എക്സാം ഡേറ്റ് മാറ്റിയപ്പോൾ അത് പഠിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്യാൻ നോക്കി. അങ്ങനെ ആ ക്വസ്റ്റ്യൻസിൽ ഭൂരിഭാഗം ഞാൻ നോക്കിയായിരുന്നു. ഞാൻ മെയിനായിട്ട് ഇത് ബബിൾ ചെയ്ത് പഠിച്ചത് 100 ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പഠിച്ചു. അതിനുശേഷം 100 ക്വസ്റ്റ്യൻസിനെ സ്പ്ലിറ്റാക്കി, 100 സ്പ്ലിറ്റാക്കി ഡെയിലി എക്സാം പോലെ ചെയ്യാൻ നോക്കി. 100 ക്വസ്റ്റ്യൻ എടുക്കും. സാറ് പറഞ്ഞ രീതിയാണ് അങ്ങനെ ബബിൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ എക്സാം എഴുതുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ നമ്മൾ വായിച്ച് പഠിക്കുന്ന പോലെയല്ല ഈ ചെയ്ത് പഠിക്കുമ്പോൾ, നമ്മൾ എക്സാം എഴുതുന്ന അതേ മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ ബബിൾ ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കത് വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഞാൻ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെമിക്കൽ പഠിച്ചു. അത് എനിക്ക് നല്ലൊരു ഉപകാരം ഉണ്ടായിരുന്നു. അതൊരു എനിക്ക് ബോണസ് മാർക്കായി. ഒരു 25, ഇപ്പോൾ ടോട്ടൽ 100 മാർക്ക് എക്സാമിനുണ്ട്. അത് 25 മാർക്ക് കെമിക്കൽ, 25 മാർക്ക് മെക്കാനിക്കൽ, ബാക്കി 50 മാർക്ക് സിവിൽ റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൽ കെമിക്കലിൽ എനിക്ക് 25-ൽ 16 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. കാരണം വേറെ ഒന്നുമില്ല, ഈ കെമിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലും അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെ വന്നത്. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ എക്സാമിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം നല്ല രീതിക്ക് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ജോലി കിട്ടുമെന്ന് ഉറപ്പാണെങ്കിലും ഞാൻ പിന്നെയും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പഠനം നിർത്തിയില്ല.
കാരണം 2023 ജൂലൈ വരെ എക്സാം ഉണ്ടായി. PWDI ഗ്രേഡ് 1 ഹാർബർ, പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, KCB സബ് എഞ്ചിനീയർ, ഇതെല്ലാം ജൂലൈ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ വരെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു. അതിൽ മെയിനായിട്ട് സബ് എഞ്ചിനീയറൊക്കെ നോക്കിയായിരുന്നു. സബ് എഞ്ചിനീയറും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ നോക്കി. അപ്പോൾ അതിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുന്നതിനെ പറ്റി മെയിനായിട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റും നല്ല രീതിക്ക് പഠിച്ച കാരണം യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ അന്ന് ടെൻഷൻ വളരെ കുറവായിരുന്നു. എക്സാം എഴുതുന്ന സമയത്തും കൂളായിട്ട് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ സാർ എപ്പോഴും പറയും കട്ട് ഓഫ് എടുക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, അധികം നെഗറ്റീവ്സ് വരാതിരിക്കാൻ കൂടുതൽ അറിയാത്ത ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് പറയും. പക്ഷേ നമുക്കൊരു ടോപ്പ് റാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, 2 ഓപ്ഷൻസ് നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ ചില എക്സാമുകൾക്ക് നമുക്കത് പോസിറ്റീവായിട്ടും ബാധിക്കും, ചിലതിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. എനിക്ക് അത് കുറേ ആ ഒരു ഐഡിയ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ. ആ ഒരു രീതി, ആ ഒരു എക്സാം എഴുതുന്ന രീതി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോട്ടിവേഷൻ, നമ്മുടെ ഹോളിമാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൺഡേസും നമുക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടും. അതായത് നമ്മൾ ഏതൊരാളും നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലയളവിൽ ഡൗണായി പോകുന്ന കുറേ അധികം സാഹചര്യങ്ങളുണ്ടാവും. എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൂടുതലൊന്നും പഠിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് പല സമയങ്ങളിലും എൻ്റെ മൈൻഡ് ഡൗൺ ആവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡൗൺ ആവുന്ന സമയത്ത് ഓരോ സൺഡേ സാറൊരു മീറ്റിംഗ് വയ്ക്കും. ആ മീറ്റിംഗ് കണ്ടാൽ തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ മൈൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനത്തെ കുറേ മീറ്റിങ്ങുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷൻ കൂടെ വേണം. എൻ്റെ ഒരു രീതി, എൻ്റെ മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഞാൻ കാണും. അപ്പോൾ അതൊക്കെ നമ്മുടെ സെൽഫ് മോട്ടിവേഷന് നല്ല ഗുണം ചെയ്യും. പിന്നെ നമ്മുടെ സപ്പോർട്ടും നല്ല രീതിക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് മൊത്തം കൂടുതൽ സമയവും ഞാൻ ഹോളിമാത തന്നെയായിരുന്നു, ചാലക്കുടി സെൻറ്ററിൽ തന്നെയായിരുന്നു. രാത്രി എന്നില്ല പകരുന്നില്ല, ഞാൻ അവിടെ ഇരുന്നായിരുന്നു പഠിക്കാറ്. കൂടുതലും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, കമ്പൈൻ സ്റ്റഡി ചെയ്യാറുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഞാൻ ഇരിക്കാറുണ്ട്. അതിനൊക്കെ അവസരം ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നു. വേറൊരു കോച്ചിങ് സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഞാൻ പറയും. ഈ അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ സാറിനോട് ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, കൂടെ പഠിച്ചവർ, പഠിപ്പിച്ച ടീച്ചർമാർ. ഇനി പുതുതായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നല്ല രീതിക്ക് പഠിക്കുക, സാറ് പറയുന്ന പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.